ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിന് ഗ്ലോ കിട്ടുന്ന കുറച്ച് ടിപ്പുകളെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ടിപ്പിലോട്ട് പോവാം. ഒന്നാമത്തെ ടിപ്പാണ് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ പെട്ടെന്നായിരിക്കും ഒരാൾ ഒരു ഗ്ലോയ്ക്ക് വേണ്ടി ഒരു ടിപ്പിന് വരും. ചിലപ്പോൾ കല്യാണം എടുത്തിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഇരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കണ്ണാടിയിൽ നോക്കും, അയ്യോ എന്റെ സ്കിൻ എന്താ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മളൊരു ഗ്ലോ ടിപ്പിന് പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഏതെങ്കിലും റാൻഡം ആയിട്ട് ഇപ്പൊ എന്നെ പോലെയോ അതല്ലെങ്കിൽ മറ്റുള്ള സ്കിന്നിനെ പറ്റി പറഞ്ഞിരുന്ന ആൾക്കാർ പറയുന്ന ഏതെങ്കിലും ഒരു റാൻഡം സിറം, അല്ലെങ്കിൽ ഗൂഗിൾ കയറി ടൈപ്പ് ചെയ്യും ബെസ്റ്റ് സിറം ഫോർ സ്കിൻ ഗ്ലോയിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ്നസ്, ഇങ്ങനെ നോക്കിയിട്ട് റാൻഡം ആയിട്ട് ഒരു സിറം എടുക്കും, അത് ഫേസിലിടും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയും മാത്രമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു 3 to 2 അല്ലെങ്കിൽ 2 to 3 months ഇത്രയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് വേണം നിങ്ങൾ ആക്റ്റീവ്സ് അടങ്ങിയ സിറത്തിലോട്ടൊക്കെ പോവാൻ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സിറമോ, അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ബ്രൈറ്റ്നസ് വേണ്ടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു വിറ്റാമിൻ സി സിറം ആയിരിക്കും. അതിനകത്ത് ചിലപ്പോൾ ഏറ്റവും ടോപ്പ് നിൽക്കുന്നുണ്ടാവുക കോസറെക്സിന്റെ ഒരു വിറ്റാമിൻ സി ആയിരിക്കും. അതൊരു 20% അല്ലെങ്കിൽ 23% ഉള്ള വിറ്റാമിൻ സി ആണ്. സാധനം പൊളിയാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറം. പക്ഷെ ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഇതുവരെ ഒരു ആക്റ്റീവ്സ് ഫേസിൽ ഇടാത്ത ഒരാൾ ഈ 23% അടങ്ങിയ വിറ്റാമിൻ സി ഫേസിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഫേസിന്റെ സ്കിൻ ബാരിയർ പെട്ടെന്ന് ഡാമേജ് ആവും. അതായത് നമ്മൾ ഒരു വർക്കൗട്ടും ചെയ്യാതെ ഒരു ദിവസം ചെന്ന് ഒരു 10-20 കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കണക്കിരിക്കും. 2, വിറ്റാമിൻ സി മാത്രമേ ഇടുള്ളായിരിക്കും. പുറത്ത് സൺലൈറ്റിലോട്ട് ഇറങ്ങും, നല്ല അന്തസ്സായിട്ട് ഓക്സിഡൈസേഷൻ കാരണം ടാനിങ് വരാൻ വിറ്റാമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. സണ്ണിന്റെ പുറത്തിറങ്ങിയാൽ നമുക്ക് ആ ഓക്സിഡൈസേഷൻ കാരണം നമ്മുടെ ഫേസ് പെട്ടെന്ന് ഡൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രൈറ്റ്നസിന് വേണ്ടി നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാര്യം റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിൽക്കാതെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, അതനുസരിച്ചിട്ടുള്ള ഒരു ബേസിക് റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണോ, ഓയിലി സ്കിൻ ആണോ, നോർമൽ ആണോ, കോമ്പിനേഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങും പോകണ്ട, ഒരു ജെന്റിൽ ആയിട്ടൊരു ക്ലെൻസർ എടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ എടുക്കാം. അതിനുശേഷം നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട്, മോർണിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഫേസ് വാഷ് ചെയ്തിട്ട് 1 to 2 hour ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാതെ വെറുതെ ഇരിക്കാം. അപ്പൊ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്. ഒന്ന് ഫീൽ ആയില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഫേസിൽ ഒട്ടിക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓയിൽനെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ടീ സോണിലോ, ഇതാണ് നമ്മൾ ടീ സോൺ എന്ന് പറയുന്നത്, ടീ സോണിലോ അല്ലെങ്കിൽ ബി സോണിലോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് എങ്ങും ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ ആയിരിക്കും. പക്ഷെ ഫേസ് മൊത്തം ഓയിലേഴ്സ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ തിളക്കം, ഷൈനിങ്, നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം, കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു എണ്ണമയ ഷൈനിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്. പിന്നെ നമ്മുടെ ആക്നെ പ്രോൺ ആണോ എന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് കൂടെ മോക്കൂര് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ എപ്പോഴും മോക്കൂരുള്ള ആൾക്കാരാണോ, ഇങ്ങനെ നോക്കുക. പിന്നെ ക്ലോസപ്പിൽ പോസ് നോക്കുക. റാൻഡമായിട്ട് കുറച്ച് ദൂരെ പിടിച്ചിട്ട് നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ ചെറിയ ഓപ്പൺ പോസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പൊ അത് അങ്ങനത്തെ നമുക്ക് ഒരു സ്കിൻ ടൈപ്പ് മനസ്സിലാവും. മോസ്റ്റ്ലി കോമ്പിനേഷൻ ആണെങ്കിൽ ഓറഞ്ച് പീൽ അപ്പിയൻസ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും ചാൻസ് കൂടുതൽ. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാം. സ്കിൻ ടൈപ്പ് മനസ്സിലായി, ഇനി സ്കിൻ കെയർ സെറ്റപ്പ് എന്റെ ഈ ഐക്കാർഡ് നോക്കിയാൽ മതി. ഞാൻ റൊട്ടീൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, അതൊന്ന് കണ്ടു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് റൊട്ടീൻ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. റൊട്ടീൻ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനത്തെ സാധനം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ഓയിലി ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. ഒരു മോയ്സ്ചറൈസർ, അതെപ്പോഴും ലൈറ്റ് വെയ്റ്റഡോ അല്ലെങ്കിൽ ജെൽ ടൈപ്പോ ആയിട്ടുള്ളൊരു ഫേസ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. മാറ്റ് ഫിനിഷോ അതല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡോ ആയിട്ടൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ജെന്റിൽ ആയിട്ടുള്ളൊരു ഫേസ് വാഷ്, ഒരു കുറച്ച് തിക്ക് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ, ഒരു നോർമൽ സൺസ്ക്രീൻ. നിങ്ങളുടെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ്, ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസർ, ഒന്നുകിൽ ഡ്രൈ സ്കിൻകാരുടെ അല്ലെങ്കിൽ ഓയിലി സ്കിൻകാരുടെ ഒരു സൺസ്ക്രീൻ. അത് നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ ആണോ സ്യൂട്ടബിൾ ആവുന്നത് അത് എടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ആക്നെ പ്രോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ്, സൺസ്ക്രീൻ ഒക്കെ ഓക്കെയാണ്. അതിന്റെ കൂടെ വേണമെങ്കിൽ നൈറ്റിൽ ഒരു ബെൻസിൽ പെറോക്സൈഡ് ക്രീം കൂടെ യൂസ് ചെയ്താൽ റൊട്ടീൻ സെറ്റായി. ഈ റൊട്ടീൻ നിങ്ങൾ ഡെയിലി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇങ്ങനെ നിങ്ങൾ 2 to 3 months ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്കിന്നിനുള്ള റാൻഡം ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ചെയ്തു, നമ്മൾ വെറുതെ കുളിച്ചാലും സോപ്പ് ചെയ്താലും ഒന്നും നമ്മുടെ സ്കിൻ ഗ്ലോ ആവത്തില്ല, കൂടുതൽ ഡ്രൈ ആവത്തേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ബേസിക് റൊട്ടീനായി. ഇനി രണ്ടാമത് എന്താണ് നമ്മൾ നോക്കേണ്ടത്?
ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫേസിന്റെ ഗ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലാരും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലാരും കയറി LED ലൈറ്റ് ഒന്നും അടിച്ചു തരുന്നുണ്ടല്ല, നമ്മുടെ സ്കിന്നിന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ആ ഗ്ലോ കിട്ടുന്നത്. ഇപ്പൊ എന്നെ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്ലോ തോന്നില്ല, അത് ഇവിടുത്തെ ലൈറ്റിങ്ങിന്റെ സെറ്റപ്പും കൂടെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൺലൈറ്റ് നമ്മുടെ ഫേസിൽ അടിക്കുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ കാരണമായിരിക്കും നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്ലീൻ, അതായത് ഡെഡ് സ്കിൻ ഒന്നും ഇല്ലാത്ത നല്ല സ്കിൻ കൊടുക്കുക, സ്മൂത്ത് സ്കിൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്ഫോളിയേഷൻ, ഹൈഡ്രേഷൻ. നമ്മൾ ആദ്യം എക്സ്ഫോളിയേഷനെ പറ്റി പറയാം. എക്സ്ഫോളിയേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് റാൻഡം ആയിട്ടൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് എടുക്കരുത്. പ്രത്യേകിച്ച് ഒരു ഫിറ്റ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് നമ്മൾ ആ സ്ക്രബുകളായിരിക്കും, പ്രത്യേകിച്ചും കോഫി സ്ക്രബുകളൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴും ഏറ്റവും നല്ലത് കെമിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ്സ് ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ്, പ്രത്യേകിച്ച് നമ്മൾ റാൻഡം ആയിട്ട് വാങ്ങിക്കുന്ന സ്ക്രബുകൾ, റൗണ്ട് ഉള്ള സ്ക്രബുകൾ, ആ റൗണ്ട് ചിലപ്പോൾ പോളിഷ്ഡ് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് മൈക്രോ ടീയേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് ഒന്നെങ്കിൽ പൗഡർ ഫോമിലുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്യാം. നമ്മുടെ DAV ഫേസ് മാസ്ക് ഒക്കെ അങ്ങനത്തെ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്യാം. പക്ഷെ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ബിഗിനർ ഫ്രണ്ട്, നിങ്ങളൊരു 23 എബോ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്താൽ മതി, ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം എക്സ്ഫോളിയേഷൻ ചെയ്യുന്നതിന് മുന്നേ. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ആയിരിക്കും. കാരണം അത് മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓയിലി, ആക്നെ, അതിലേക്ക് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ, ഞാൻ സിറത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും വീക്ക്ലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ് ആണ്. അത് നമുക്ക് വൺസോ ടോയ്സോ വീക്കിലി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നൈറ്റിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റോ ലാക്ടേറ്റിംഗോ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലാക്റ്റിക് ആസിഡിന്റെ ആണ്, അതല്ല സിറമാണ്. അത് നിങ്ങൾക്ക് വീക്കിലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്താൽ മതി. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെന്റലിക് ആസിഡ് സിറം. ഇതും നമുക്ക് വീക്കിലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് കമ്പൈൻ ആയിട്ട് നമുക്ക് പീലിംഗ് സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ പീലിംഗ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം മിക്സ്ചർ ആണ് പീലിംഗ് സൊല്യൂഷനിലോട്ട് വരുന്നത്. ബിഗ്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പീലിംഗ് സൊല്യൂഷൻ വീഡിയോ ഞാൻ ചെയ്യാം, വിഷമിക്കേണ്ട. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള, ചേച്ചി ചെയ്യുന്നില്ല, നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു തരികയാണ് എന്താണ് നമ്മൾ എക്സ്ഫോളിയേഷൻ ഒരു സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു പീലിംഗ് സൊല്യൂഷൻ, നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പീലിംഗ് സൊല്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പീലിംഗ് സൊല്യൂഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് വീക്കിലി വൺസും ടോയ്സും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. 2 ആഴ്ചയിൽ ഒരിക്കലും ആ നൈറ്റിൽ മാത്രമേ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കാവൂ. മാത്രമല്ല നെക്സ്റ്റ് ഡേ നിങ്ങൾ മാക്സിമം പുറത്ത് പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് നമ്മുടെ എക്സ്ഫോളിയേഷന്റെ കാര്യം വരുന്നത്. കാരണം എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കിന്നിൽ ഗ്ലോ കിട്ടത്തുള്ളൂ. അപ്പൊ സ്കിൻ കെയർ റൊട്ടീനായി, എക്സ്ഫോളിയേഷനായി. അടുത്ത മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്കിൻ കെയർ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു സ്കിന്നിന് ഗ്ലോ കിട്ടത്തില്ല. കാരണം നമ്മൾ എത്ര പുറത്ത് ചെയ്താലും ഇൻടേക്ക് ആയിട്ടും കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് വിറ്റാമിൻ സി സിറത്തിന് പകരം വിറ്റാമിൻ സി ക്യാപ്സിൽ മാത്രം എടുത്തിട്ട് അതിന്റെ ഫലം കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കിൻ കെയർ ചെയ്യണം, പ്ലസ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ ഒക്കെ ചേഞ്ച് ആക്കിയാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ്ലി ഗ്ലോയി സ്കിൻ കിട്ടത്തുള്ളൂ. കാരണം ചില സ്കിൻ പ്രോബ്ലംസ്, പ്രത്യേകിച്ച് പിമ്പിൾസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ നമുക്കുള്ളത് ഹാബിറ്റ് വെച്ചിട്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കാരണം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചാലേ നമ്മുടെ സ്കിന്റെ ഡൾനെസ് മാറി സ്കിന്നിന് കുറച്ചുകൂടെ ഹൈഡ്രേഷൻ കിട്ടത്തുള്ളൂ. അതിന്റെ കൂടെ നമ്മുടെ സ്കിൻ കെയറും ചെയ്താൽ മതി, കുഴപ്പമില്ല. അടുത്തത് ഫുഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആക്നെ ഉണ്ടെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സിലുള്ള ഫുഡ് അത് കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചോക്ലേറ്റ്സ്, ഷുഗേഴ്സ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതും ഒരു ഫാക്ടർ. നമ്മൾ മാങ്ങയില്ലേ, അതുവരെ നമുക്ക് ഹൈ ഗ്ലൈസീമിക് ആണ്, നമുക്ക് മോക്കൂര് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് കാരണമാണ് മോക്കൂര് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഷുഗറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സോൾട്ടിന്റെയും ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി മിനിമം 10 to 20 മിനിറ്റ്സ് എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാനും ഇതൊന്നും ചെയ്യാത്ത ആളായിരുന്നു. നമ്മൾ ഈ സ്കിൻ കെയറിന്റെ കൂടെ ഈ സാധനങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വർക്ക്ഔട്ട് സ്കിൻ ബോഡിക്ക് എനർജി കിട്ടത്തുള്ളൂ. അപ്പൊ എന്നാലും നമ്മുടെ സ്കിൻ ആ ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ആയിട്ടൊരു 10 to 20 മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ വളരെ ഹൈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുകയോ എന്തെങ്കിലും ഒരു ആക്റ്റീവ് വർക്ക്ഔട്ട് നമ്മുടെ ജോലിയിലോട്ട് ബോഡിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇരുന്നൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ മാക്സിമം
കളർഫുൾ ആക്കുക നിങ്ങളുടെ ഡയറ്റ്. കളർഫുൾ ആക്കുക ഇൻ ദ സെൻസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ എന്നെ പേഴ്സണലി ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഞാൻ അധികം ഫുഡ് കഴിക്കുന്ന ആളല്ല. ശരി കണ്ട മനസ്സിലാവും. എന്നാലും എനിക്ക് അധികം കുക്ക്ഡ് ഫുഡ്സ് ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡുകൾ എന്റെ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാൽ നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ആ എനർജി കിട്ടാറില്ല. അപ്പൊ എനർജിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ബ്രോക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഞാൻ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് സലാഡ് ഫോമിൽ അങ്ങനെങ്കിൽ സലാഡ് ഫോമിൽ കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പയറൊക്കെ മുളപ്പിച്ച് കഴിയും. ഇതൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ബോഡി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഡയറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഫുഡ്സ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ. കാരണം എനിക്ക് മനസ്സിലാവും, നമ്മളിപ്പോ ഞാനല്ലാത്ത ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചീത്ത കേൾക്കുന്നതുകൊണ്ട് എനിക്ക് ചീത്ത കേൾക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ബോഡിക്ക് നല്ല ഫുഡ് ഫ്യൂല് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫുഡ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒരു ഫേസിൽ ഫുള്ള് ഹെൽത്തി ഗ്ലോ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് റാൻഡം ആയിട്ട് നമ്മളൊരു സാധനം പിക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് റാൻഡം ആയിട്ടൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് പിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്ലോ കിട്ടത്തില്ല. എപ്പോഴും മനസ്സിലാക്കുക, ഒരു മാജിക്കൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇല്ല നമുക്കൊരു ഗ്ലോ കിട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു ബേസിക് സ്കിൻ കെയർ ഫോളോ ചെയ്ത് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു സിറം കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു റൊട്ടീന് ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് ആ ഒരു സിറം കൊണ്ട് ഒരിക്കലും ഒരു ആ ഒരു ഹെൽപ്പ് കിട്ടാൻ പോകില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ക്യാൻസറിന്റെ ഒരു സിറം എനിക്ക് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കറക്റ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ട്രാൻസാമിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ റൊട്ടീൻ ഒന്നും ചെയ്യാത്ത ഒരാൾ ട്രാൻസാമിക് ആസിഡ് സിറം മാത്രം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് സ്കിൻ കെയറിലോട്ട് വന്നിട്ട് ഈ ഒരു സാധനം മാത്രം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു സാധനം കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫേസിൽ ചേഞ്ച് ആയിട്ട് ഡൾനെസ് ഫീൽ ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങൾ ഫീൽ ചെയ്യും. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ കോൺഷ്യസ് ആവുന്നതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പൊ ഇന്നിപ്പോ ഞാൻ എന്റെ ഫേസ് കണ്ണാടി നോക്കിയിട്ട് ഓക്കെ ഇന്ന് കൊള്ളാം, അപ്പൊ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡൾനെസ് തോന്നും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ സൺസ്ക്രീനിന്റെ കുഴപ്പമായിരിക്കും. അല്ല, നമ്മൾ ചിലപ്പോൾ ഓവർ കോൺഷ്യസ് ആവുന്നതുകൊണ്ടായിരിക്കും. അതും കൂടെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്കിൻ കെയറിൽ റിസൾട്ട് മനസ്സിലാക്കാവുള്ളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്ര ഗ്ലോയിങ് സ്കിൻ വേണമെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നിങ്ങൾ മിനിമം ഒരു 6 to 8 വീക്സ് എങ്കിലും നിന്നാൽ മാത്രമേ നമുക്ക് ആ ചേഞ്ച് നമ്മുടെ സ്കിൻ കെയറിൽ മനസ്സിലാവത്തുള്ളൂ. അതല്ലാണ്ട് നമുക്ക് 2 ആഴ്ച കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും നമുക്ക് സ്കിൻ കെയറിൽ റിസൾട്ട് മനസ്സിലാക്കത്തില്ല. ഇപ്പൊ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം റിസൾട്ട് വേണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മളൊരു മിനിമം ഒരു വർക്കിംഗ് പീരീഡ് ആ സാധനത്തിന് കൊടുക്കുക, ടെസ്റ്റ് ചെയ്യുക, വർക്കിംഗ് പീരീഡ് ചാൻസ് കൊടുക്കുക, റാൻഡം ആയിട്ട് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് മോക്കുരുള്ള ആൾക്കാരുടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മുഖത്ത് മോക്കുരു ഉണ്ട്, ഭയങ്കര പെയിൻഫുൾ ആണ്, കാരണം നിങ്ങൾക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ദയവ് ചെയ്ത് കൗണ്ടർ സ്കിൻ കെയർ, അതായത് ഞാനൊക്കെ പറഞ്ഞു സ്കിൻ കെയറിൽ നിൽക്കാതെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. കാരണം ആ പെയിൻനെസ് മാറ്റാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഡോക്ടറിന്റെ ഹെൽപ്പ്, ചിലപ്പോൾ കൺഫേം ആണ് ഡോക്ടറിന്റെ ഹെൽപ്പ് തന്നെ വേണം. അല്ലാണ്ട് 1-2 പിമ്പിൾസ് ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ കൂടെ നിങ്ങളൊരു ഓയിൽ ആക്നെ പ്രോൺ സ്കിൻകാരുടെ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പൊ സ്പോട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോക്കുരു വരുന്ന എവിടെയാണ് അവിടെ മാത്രം നമുക്ക് ചില സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്സിസ് ഫൈല് അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈൽ, ആക്നെ സ്കോളിലൊക്കെ സ്പോട്ട് ട്രീറ്റ്മെന്റ് കിട്ടും. അതിന്റെ കൂടെ പിമ്പിൾ പാച്ച് ബി ബോഡി വൈസ് തൊട്ട് എല്ലാ ബ്രാൻഡിനും വരെ ഇന്നിപ്പോ ഇതുണ്ട്, ആക്നെ സ്പോട്ട് ഉണ്ട്. സാഫ്നയിലൊക്കെ ആക്നെ സ്പോട്ട് ഉണ്ട്. അപ്പൊ അതിന് ആക്നെ പാച്ചസ് ഉണ്ട്. അപ്പൊ അത് വാങ്ങിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോക്കുരു പിക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കും. കാരണം ഈ മോക്കുരു കാരണം നമുക്ക് ഒരുപാട് ഗ്ലോനെസ് പ്രശ്നം വരും. അപ്പൊ നമ്മൾ മോക്കുരു ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല, സ്കിൻ ഗ്ലോയോ ക്ലിയറോ ആവത്തില്ല. അപ്പൊ അത് മോക്കുരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് സ്കിൻ കെയർ ഹാബിറ്റ്സ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ സിറ്റായി അവിടെ ഇരുന്ന് ഒരു 10 സ്റ്റെപ്പ് മേക്കപ്പ് റൊട്ടീൻ ഫോളോ ചെയ്യുന്ന അങ്ങനെയല്ല. റാൻഡം ആയിട്ട് നിങ്ങളൊരു ഫൗണ്ടേഷൻ ഇടുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു ജസ്റ്റ് കോമ്പാക്ട് ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ടൂൾ എന്തോ ആയിക്കോട്ടെ, സ്പഞ്ച് ആയിക്കോട്ടെ, പ്രൊഡക്റ്റിനകത്തുള്ള തന്നെ സ്പഞ്ച് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മാക്സിമം കഴുകി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെ കിട്ടുന്ന പെട്ടെന്ന് ചീത്തയായി പോകും കഴിയുമ്പോഴത്തേക്ക്, വേറെ വാങ്ങുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഇടുന്ന നമ്മുടെ മുഖത്തിട്ടു തിരിച്ചു വെച്ചു അടയ്ക്കുന്നു.
നിങ്ങൾ തന്നെ വീട്ടിലൊരു തുണി എടുത്ത് മോം തുടച്ചിട്ട് നമ്മൾ അലമാരി വെച്ച് അടയ്ക്കുക, വീണ്ടും എടുക്കുക, റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ അറിയാം അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് വരും. അത് കാരണം നമുക്ക് മൂക്കുരു വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ പോകില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ ടൂൾസ് പ്രൊഡക്ട്സ് ഒക്കെ നന്നായിട്ട് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ടവൽസ് ആയിക്കോട്ടെ, അതിപ്പോ 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കഴുകുക. കാരണം നമ്മൾ ജസ്റ്റ് ഫേസ് തുടക്കുന്നില്ലല്ലോ, അഴുക്കില്ല. ചിലപ്പോൾ നമുക്ക് സ്മെല്ല് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റെയിൻ വരുമ്പോഴായിരിക്കും നമ്മൾ കഴുകി കളയുന്നത്. അങ്ങനെ നിൽക്കരുത്. 2 ദിവസത്തിൽ ഒരിക്കൽ മസ്റ്റ് ആയിട്ട് ടവൽ ചേഞ്ച് ചെയ്ത് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഒരു 4 മന്ത്സിലോ 2 മന്ത്സ് ഗ്യാപ്പിൽ ആ ടവൽ ചേഞ്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ സ്കിൻ കെയർ ടൂൾസ് അതല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ടൂൾസ് മറ്റൊരാൾ, അത് ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം സിസ്റ്റർ ആയിക്കോട്ടെ, അവർക്ക് പോലും ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവർക്കും നിങ്ങൾക്കും ഒക്കെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ബാക്ടീരിയ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരാം, മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് വരാതിരിക്കാനാണ് പറയുന്നത് മാക്സിമം ഇങ്ങനത്തെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അത് ഹൈജീൻ ആണ്. നമ്മൾ ബ്രഷ് ആർക്കും കൊടുക്കാറില്ല, ഇനി ആരെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊടുക്കാറില്ലല്ലോ. അതുപോലെ തന്നെ മേക്കപ്പ് ടൂൾസും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളും അത് മാക്സിമം ആർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിന്റെ പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെയിലത്തിറക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിയർക്കത്തില്ലേ, ആ വിയർപ്പ് പറഞ്ഞാൽ നമുക്ക് ചൂട്, കുരൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരത്തില്ലേ, അത് മാറാനായിട്ട് ഏറ്റവും നല്ലത് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ. ഇത് മാസ്ക് വെക്കുമ്പോഴൊക്കെ നമുക്ക് വരും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുരു നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ കൂടുതൽ നമ്മൾ സ്പെറ്റിനെ വലിച്ചെടുക്കാനുള്ള കാര്യം ഈ സ്പ്രേക്ക് ഉണ്ട്. മിനിമലിസ്റ്റില് അതല്ലെങ്കിൽ നമ്മളെ കെമിസ് കമ്പനിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമക്കോലൊക്കെ ഇപ്പം ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമുക്ക് തരും. ഇന്നത്തെ വീഡിയോ ഒരു ജനറൽ ടോപ്പിക് ആയിരുന്നു, ഗ്ലോ ടിപ്പുകളെ പറ്റിയിട്ട്, നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയിട്ട്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെ പറ്റിയിട്ട്, ഫുഡ് ഹാബിറ്റ്സിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും മിസ്സാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ എന്തെങ്കിലും ചാനൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പൊ ഇത് ആവശ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ്. അപ്പൊ ഞാൻ വരുന്ന അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലമർക്കാൻ അമർത്താനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.